യുവ വോക്സ് എക്സ്പ്ലോറ ഇൻ്റർവ്യൂ സീരീസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട ശ്രീലക്ഷ്മിയാണ്. യുവക്ഷേത്ര കോളേജിൽ 3-ാം വർഷ സൈക്കോളജി പഠനം പൂർത്തിയാക്കിയ ശ്രീലക്ഷ്മി തൻ്റെ ബാല്യകാലം മുതൽ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം തുടങ്ങിയ നൃത്ത മേഖലകളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. കോളേജിലെല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ പ്രിയപ്പെട്ട ശ്രീലക്ഷ്മിയെ വളരെ സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ശ്രീലക്ഷ്മി, ഞാൻ സൂചിപ്പിച്ചതുപോലെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു വ്യക്തി എന്ന് ശ്രീലക്ഷ്മിയെക്കുറിച്ച് പറയാൻ സാധിക്കും. ഇങ്ങനെ എല്ലാം പൊന്നാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീലക്ഷ്മിക്ക് അനുവാചകരെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ശ്രീലക്ഷ്മി. പാലക്കാട് ജില്ലയിലെ ഷൊർണൂരാണ് എൻ്റെ വീട്. ഇപ്പോൾ യുവക്ഷേത്ര കോളേജിലെ 3-ാം വർഷ സൈക്കോളജി വിദ്യാർത്ഥിയാണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, ഏട്ടനാണുള്ളത്. അച്ഛൻ മാതൃഭൂമിയിലെ എഞ്ചിനീയറാണ്. ഏട്ടൻ ഡൽഹിയിൽ PhD ചെയ്യാണ് കെമിസ്ട്രിയിൽ. അമ്മ ഹൗസ് വൈഫാണ്. എനിക്ക് ഏതൊരു കലാകാരിയുടെയും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ശ്രീലക്ഷ്മിയുടെ ജീവിതത്തിലെ എല്ലാ വിജയത്തിൻ്റെയും സമാരംഭമായി നിൽക്കുന്നതും അതുതന്നെയായിരിക്കും. ആദ്യത്തെ സ്റ്റേജ് അനുഭവം എന്തെല്ലാമാണ്? എൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഞാൻ 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അരങ്ങേറ്റം നടന്നിട്ടുണ്ടായിരുന്നത്. അതുതന്നെയാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജ്. ഗുരു സത്യഭാമ ടീച്ചർ, കലാമണ്ഡപം സത്യഭാമ ടീച്ചറുടെ കീഴിലായിരുന്നു ഞാൻ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് പല പ്രശസ്ത നർത്തകരുടെയും ശിഷ്യത്വം സ്വീകരിക്കാൻ സാധിച്ചു. ചെറുപ്പത്തിലായതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഓർമ്മകളൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഡാൻസ് എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും പെർഫോം ചെയ്യാൻ ഇഷ്ടമായിരുന്നു കൂടുതൽ. സ്റ്റേജ് ഫിയർ ഒന്നും അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത്ര ഓർമ്മകളുള്ളൂ എനിക്ക്. 2-ാം ക്ലാസ്സിലായതുകൊണ്ട് അത്ര കുറേ ഓർമ്മകൾ ഇല്ല. ഏറ്റവും ആദ്യം സ്റ്റേജ് പെർഫോമൻസ് ഏത് പ്രോഗ്രാമിൻ്റെതായിരുന്നു? അരങ്ങേറ്റം തന്നെയായിരുന്നു ആദ്യത്തെ. 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള അരങ്ങേറ്റം. ശേഷമാണോ മറ്റ് മേഖലകളിലേക്ക്, സാധാരണ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യം തുടങ്ങിയ മേഖലകളിലേക്കെല്ലാം പിന്നീടാണ് സ്റ്റെപ്പ് വെച്ച് ഉയർന്നു വന്നത്? എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ കുറേയധികം മത്സരങ്ങളിൽ പങ്കെടുത്തിരിക്കുന്ന വ്യക്തിയാണ് ശ്രീലക്ഷ്മി. എത്ര സ്റ്റേജുകൾ ഒരുപക്ഷെ അവതരിപ്പിച്ചിട്ടുണ്ടാകും? ഒന്ന് ഓർമ്മയിലെടുത്തൊന്ന് പറയാൻ പറ്റുമോ? ഒരു 100-നടുത്ത സ്റ്റേജുകൾ പെർഫോം ചെയ്തിട്ടുണ്ട്. 2-ാം ക്ലാസ്സിൽ തന്നെ അരങ്ങേറ്റം കഴിഞ്ഞുകൊണ്ട് പിന്നെ അങ്ങോട്ട് കുറേ പ്രോഗ്രാംസ് കിട്ടി തുടങ്ങി. അപ്പോൾ പല ടീച്ചർമാരുടെയും കീഴിൽ പല സ്റ്റേജുകളിലും പെർഫോം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമായിരിക്കും ഈ സ്റ്റേജ് പെർഫോമൻസുകൾ. കാരണം 100-ലധികം സ്റ്റേജുകൾ ഈ ചുരുങ്ങിയ പ്രായത്തിനുള്ളിൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ കാര്യമല്ല. ഈ സ്റ്റേജ് പരിശീലനത്തിലൊക്കെ ആയിട്ട് പ്രത്യേക സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഞാൻ അധികവും അങ്ങനെ ഡാൻസിനായിട്ട് അങ്ങനെ മാറ്റി വയ്ക്കാറില്ല സമയം. ഫ്രീ ആയിട്ട് എന്തെങ്കിലും ടൈം കിട്ടുമ്പോൾ അപ്പോൾ ഡാൻസ് ചെയ്യുമെന്നല്ലാതെ ഡാൻസിനായിട്ട് ഇന്നൊരു ടൈം അങ്ങനെ ഇല്ല. പ്രോഗ്രാം വരുമ്പോൾ കുറേ നേരം അതിനായിട്ട് ചിലവഴിക്കും. അല്ലാത്ത ഈ ലെഷർ ടൈമിലൊക്കെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അല്ലാണ്ട് പഠിത്തത്തിനായിട്ടൊരു ടൈം, ഡാൻസിനായിട്ട് വേറെ ടൈം അങ്ങനെ ഇല്ല. എനിക്കൊന്ന് CBSE ആണ് പഠിച്ചത് മുഴുവൻ തോന്നുന്നു സ്കൂളുകൾ. അപ്പോൾ ഈ CBSE തന്നെ പൊതുവേ പറയുന്ന ഒരു ടഫ് സബ്ജക്ട്സ് ആണ് എന്ന് പറയാറുണ്ടല്ലോ. പഠനത്തിന് വേണ്ടി ഒത്തിരി സമയം ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ ഈ CBSE പോലെയുള്ള ഒരു വിഷയം പഠിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഈ ഡാൻസും മറ്റ് കലാപരിപാടികളുമൊക്കെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഡാൻസ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കണക്കാക്കിയോണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു ടൈം അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇത് എനിക്ക് തോന്നുന്നു പഠിത്തം മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയ്ക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല എനിക്ക്. ഇത് ഡാൻസും കൂടി വരുമ്പോൾ രണ്ടും മാനേജ് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് രണ്ടും ബാലൻസ് ആയിട്ട് പോവുക ചെയ്യാറ്. എനിക്ക് നമ്മൾ കേരളത്തിലെ കലാകാരന്മാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് തന്നെ ആസൂത്രണം ചെയ്ത ഒരു പ്രോഗ്രാമാണ് കേരളോത്സവം. കേരളോത്സവത്തിലും ശ്രീലക്ഷ്മി ധാരാളം പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കേരളോത്സവത്തിൽ കിട്ടിയ അനുഭവങ്ങളൊന്ന് വിവരിക്കാമോ? ഞാൻ
പങ്കെടുത്ത ടൈമിലുണ്ടായിരുന്ന കേരളോത്സവം ഓൺലൈനായിട്ട് ഉണ്ടായിരുന്നത്. കൊറോണ ടൈം ആയതുകൊണ്ട് ഓൺലൈനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും ഡാൻസിലേക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്തത്? നിങ്ങൾ വീഡിയോ എടുത്ത് അതെ വീഡിയോ എടുത്ത് എഡിറ്റ് ഒന്നും ചെയ്യാതെ കറക്റ്റ് ഫിൽറ്റർ ഒന്നും കയറ്റാതെ ആ ഒരു വീഡിയോ അങ്ങനെ അയച്ചു കൊടുക്കുകയായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർ അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ജഡ്ജ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ മോഹിനിയാട്ടവും ഭരതനാട്യമാണ് ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടിലും എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. ക്ഷേത്ര കോളേജിൽ വന്നതിന് ശേഷം നേരത്തെ പറഞ്ഞല്ലോ യൂണിവേഴ്സിറ്റി തലത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു. യൂണിവേഴ്സിറ്റി തലത്തിൽ കാഴ്ചവെച്ച ഏറ്റവും നല്ല പെർഫോമൻസ് ഏതാണ്? അതിനെക്കുറിച്ചൊന്ന് അനുവാചകർക്ക് വേണ്ടി ഒന്ന് വിവരിക്കാമോ? യൂണിവേഴ്സിറ്റി തലത്തിൽ നോക്കുകയാണെങ്കിൽ ഭരതനാട്യം തന്നെ ആയിരിക്കും. എ സോണിൽ ആ ഒരു പ്രൈസ് കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. എല്ലാ പ്രോഗ്രാമും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അപ്പോൾ അതിന്ന് ഒന്നാം സ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. മാത്രമല്ല എൻ്റെ സൈഡിൽ നിന്ന് യുവക്ഷേത്രയ്ക്ക് ഒരു 5 points ആണെങ്കിൽ അത് നേടിക്കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി പോവുകയാണെങ്കിലും അവിടെയും എ ഗ്രേഡ് കിട്ടിയത് നല്ലൊരു ഭാഗ്യമാണ്. ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും ഗുരുക്കന്മാരുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ട് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റി. എനിക്കിത് ഡാൻസിൽ ഇത്രമാത്രം പെർഫോം ചെയ്യും, പ്രത്യേകിച്ച് 2ാം ക്ലാസ് മുതൽ ഡാൻസിൻ്റെ മേഖലയിൽ പരിശീലനം നേടാനും സ്റ്റേജ് പെർഫോമൻസ് നടത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരുടെ വലിയൊരു പ്രോത്സാഹനവും പിന്തുണയും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാതാപിതാക്കന്മാരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വീട്ടിലെ അമ്മ ചെറുപ്പത്തിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അമ്മയുടെ ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് എന്നെ ആദ്യമായിട്ട് LKG പഠിക്കുമ്പോഴാണ് എന്നെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കുന്നത്. ആ ടൈമിൽ എനിക്ക് എന്താ ഡാൻസ് എന്നൊന്നും അറിയില്ല. അപ്പോൾ വീട്ടുകാരുടെ ആ ഒരു താല്പര്യപ്രകാരമാണ് എന്നെ ആദ്യം കൊണ്ടുപോയി ചേർത്തത്. പിന്നീടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു, അല്ലെങ്കിൽ കുറേ പെർഫോം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എനിക്കും ഒരു ഇൻട്രസ്റ്റ് വന്നത്. പിന്നെ അത് മാത്രമല്ല, ചെറുപ്പം മുതലേ എൻ്റെ പിന്നാലെ ഇങ്ങനെ ഡാൻസിന് ഓരോ സ്ഥലത്തേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഓരോ ഹെൽപ്പൊക്കെ ചെയ്തു തരുമ്പോൾ അവർക്കും അതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടി. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു സപ്പോർട്ട് കാരണമാണ് ഞാൻ ഇതുവരെ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വീട്ടുകാരുടെ സപ്പോർട്ടോടുകൂടി മാത്രമാണ്. വീട്ടുകാരുടെയും പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും കോളേജിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും നല്ലൊരു അംഗീകാരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡാൻസിൻ്റെ പേരിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് ചെറുപ്പം മുതലേ എൻ്റെ പിന്നാലെ നടക്കണമുണ്ട് എന്നേക്കാൾ കൂടുതൽ ഒരുപക്ഷെ അവർക്കിപ്പോൾ ഡാൻസിനെ കുറിച്ച് അറിയുന്നുണ്ടാവും. അച്ഛനായാലും അമ്മയായാലും ഏട്ടനായാലും അത് നല്ല സപ്പോർട്ടാണ് എല്ലാവരും. പക്ഷെ അമ്മയ്ക്ക് നല്ലൊരു ഡാൻസുകാരി ആകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പം അമ്മയുടെ ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റാതെ വന്നതുകൊണ്ട് മകളിലൂടെ അമ്മ ഒരു വലിയ ഡാൻസുകാരി ആകുന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരം ഒരുപക്ഷെ നമുക്ക് ശ്രീലക്ഷ്മിയുടെ ജീവിതത്തിൽ കാണാൻ പറ്റുമോ? യുവക്ഷേത്ര കോളേജിൽ വന്നതിന് ശേഷം ഈ ഡാൻസിൻ്റെ മേഖലയിൽ കിട്ടിയ പ്രത്യേക പ്രോത്സാഹനത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ? കൊറോണ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ബാച്ചായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊറോണ ടൈമിലാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ആ കൊറോണ ടൈമിലാണ്. അപ്പോൾ കോളേജിൽ ക്ലാസ്സിലേക്ക് വരുന്നേക്കാൾ മുന്നേ തന്നെ ഞാൻ ഡാൻസറാണ് അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു ഡാൻസിൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റിലായാലും ക്ലാസ്സിലായാലും എല്ലാവർക്കും അറിയണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിലേക്ക് എത്തണേക്കാൾ മുന്നേ തന്നെ എൻ്റെ ഡാൻസ് ഫ്രണ്ട്സ് ആയാലും ഡിപ്പാർട്ട്മെൻ്റ് ആയാലും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു സപ്പോർട്ടായിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല, അവിടുന്ന് അങ്ങോട്ട് കോളേജിലെ എന്ത് പ്രോഗ്രാം വന്നാലും എന്നെ അതിൽ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ ഇവിടുത്തെ ടീച്ചേഴ്സും മാനേജ്മെൻ്റ് ആയാലും നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്നോട് വന്ന് പറയും എനിക്കതിൻ്റെ ഇൻചാർജ് തരാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ ടീച്ചേഴ്സ്, പിന്നെ പ്രിൻസിപ്പൽ ടോമി സാർ, വൈസ് പ്രിൻസിപ്പലായിട്ടുള്ള ലാലു അച്ഛൻ, ഡയറക്ടറായിട്ടുള്ള മാത്യു അച്ഛൻ, എല്ലാവരും വന്ന് ഒരുപാട് സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ എ സോണിൽ മത്സരിക്കാൻ പോയതാണെങ്കിലും യൂണിവേഴ്സിറ്റി തരത്തിലാണെങ്കിലും ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട് കോളേജ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു കോളേജ് ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയത് അതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് ഡാൻസ് കൊണ്ടാണ് ഞാൻ ഈ കോളേജ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുള്ളതും ഈ ഒരു കോളേജിൽ നിന്നാണ്. അത് പറഞ്ഞ ശരിയാണ്. ശ്രീലക്ഷ്മി സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ശ്രീലക്ഷ്മി N എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒക്കെ മനസ്സിൽ ഓടി വരുന്നത് ശ്രീലക്ഷ്മിയുടെ സ്റ്റേജ് പെർഫോമൻസ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് നമ്മളുടെ സ്റ്റേജ് ഓപ്പണിങ്, അതുപോലെ തന്നെ വിശിഷ്ട അതിഥികൾ വരുന്ന സമയത്ത് പ്രത്യേക അവസരങ്ങളിലെല്ലാം തന്നെ ശ്രീലക്ഷ്മിയുടെ ഗ്രൂപ്പാണ് ഡാൻസ് പെർഫോം ചെയ്തിരിക്കുന്നത്. തന്നെയല്ല, രാധിക മിസ്സൊക്കെ പലപ്പോഴും പറഞ്ഞിരിക്കുന്നത് ശ്രീലക്ഷ്മി ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, അത് എത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യും എന്ന് തന്നെയാണ് അധ്യാപകരും പറഞ്ഞിരിക്കുന്നത്.
എനിക്കതിങ്ങനെ സുരേഷ് യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് ഒരു പക്ഷേ പ്രേക്ഷകർക്ക് അത് കാണാനുള്ള വലിയ താല്പര്യമുണ്ടാകും. അതിൻ്റെ ID ഒന്ന് പറയുകയായിരുന്നെങ്കിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പിന്നീട് അത് വ്യൂ ചെയ്യാമായിരുന്നു. ശ്രീലക്ഷ്മി ശ്രീരാഗം എന്നാണ് പേര്. ഒരു 4.7K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പോൾ. ഞാനത് കൊറോണ ടൈമിലാണ് തുടങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് ലോക്ക്ഡൗണിൻ്റെ ടൈമിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ഡാൻസ് ക്ലാസ് ഇട്ടിട്ടുണ്ട് ഞാനിപ്പോൾ. ഡാൻസ് ക്ലാസ് ഇട്ടിട്ട് കുറച്ചായി. ഒരു സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞു. അത് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അതിലും വെരി ഗുഡ്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാകുന്നത് ഏറ്റവും നല്ല ഒരു സൈനാണ്. കാരണം നമുക്ക് വലിയൊരു റിലാക്സേഷൻ എന്നോടൊപ്പം തന്നെ നമ്മുടെ പ്രത്യേകമായ കഴിവുകൾ ഒക്കെ പരിചയപ്പെടുത്തുന്നതിനും വിവരിക്കുന്നതിനുമൊക്കെയുള്ള വലിയ സാധ്യതകളുണ്ട്. ഇപ്പോൾ ഈ ഡാൻസൊക്കെ പഠിച്ച് നന്നായിട്ട് പെർഫോം ചെയ്ത് സമ്മാനങ്ങളൊക്കെ നേടുമ്പോൾ ഈ ഡാൻസ് വരും തലമുറയെ പഠിപ്പിക്കാനുള്ള പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഇപ്പോൾ ഒരു ക്ലാസ്സൊക്കെ ആരംഭിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് ക്ലാസ്സുകളിൽ എത്ര കുട്ടികളുണ്ട്, എങ്ങനെ സമയം ചിലവഴിക്കുന്നത്, കാരണം പെർഫോമൻസ് ഉണ്ടാകും, സ്റ്റഡി ഉണ്ടാകും, അതിനിടയ്ക്ക് ഇതിനൊക്കെ സമയം എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഞാനൊരു 4-5 മാസമായിട്ടാണ് ഈ ഒരു ശ്രീശൈലം നൃത്തവിദ്യാലയം എന്നുള്ള ഒരു ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു 5 കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു 20 ആയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് പുറമെ 45+ ഏജുള്ള ചേച്ചിമാരും അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റും. കാരണം അവർക്കൊക്കെ അത്രയും ആഗ്രഹമാണ്, അത്രയും പാഷനായിരിക്കും ഡാൻസ്. അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ പറ്റിയില്ലെങ്കിൽ കൂടി ഈ ഒരു ഏജിലും പഠിക്കാൻ വന്നത്. അപ്പോൾ അവർക്കും ആ ഒരു അറിവ് പകർന്നു കൊടുക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ശനിയും ഞായറുമായിട്ടാണ് ക്ലാസ് നടത്തുക. അപ്പോൾ ശനിയാഴ്ച കോളേജിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് ഞായറാഴ്ച മാത്രമായിട്ട് ചുരുക്കും. രാവിലെ ഒരു ബാച്ച്, വൈകുന്നേരം ഒരു ബാച്ച്, പിന്നെ രാത്രി ഒരു ഓൺലൈൻ ബാച്ചും കൂടിയുണ്ട്. അപ്പോൾ പഠിത്തവും ഡാൻസും ഒരുപോലെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികൾ എന്തെല്ലാമാണ്? കാരണം ഡാൻസിൻ്റെ മേഖലയിൽ വളരെ നല്ല പെർഫോമൻസ്, ഡാൻസ് ഒരു പാഷനായിട്ട് തന്നെ മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ അതൊരു പ്രൊഫഷനായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞു. ഒപ്പം തന്നെ ഈ സൈക്കോളജി പഠനവും പരീക്ഷയും എല്ലാം വരുന്നു. ഇത് രണ്ടും കൂടെ എങ്ങനെ കണക്ട് ചെയ്യും? രണ്ടും കൂടെ തമ്മിലൊരു സംഘർഷം വന്നാൽ ഏതിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രാധാന്യത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ എപ്പോഴും ഏറ്റവും പ്രാധാന്യം ഡാൻസ് തന്നെയായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ഡിഗ്രി നല്ല മാർക്കോടുകൂടി പാസ്സാവണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ എക്സാംസിനായിരിക്കും പ്രാധാന്യം. പക്ഷേ അതേസമയം കലോത്സവം വരുന്നുണ്ട്, എസോണൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രണ്ടും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഭാവിയിലാണെങ്കിലും ഈ ഒരു ഡാൻസ് ക്ലാസ് നല്ല രീതിയിൽ എത്തിക്കണം, ഈ ഒരു ഡാൻസിൻ്റെ ഫീൽഡിൽ സജീവമായിട്ട് ഉണ്ടാവണം. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള നർത്തകരുണ്ട്, അവരുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഡിപ്ലോമ ചെയ്തിട്ടുണ്ട്, ഭരതനാട്യം ഡിപ്ലോമ കഴിഞ്ഞു. അപ്പോൾ ഡാൻസിൻ്റേതായിട്ടുള്ള കോഴ്സുകളും ഇത് കഴിഞ്ഞാൽ ചെയ്യണം ഇതിനോടൊപ്പം എന്നാണ് ആഗ്രഹം. എന്തായാലും ഈ ഒരു ഡാൻസ് എന്തായാലും ഇനി എൻ്റെ ലൈഫിൻ്റെ പാർട്ടാണ്. അതെന്തായാലും ഞാൻ എന്നെ വിട്ടു പോവില്ല. പഠനത്തെ സംബന്ധിച്ച് ഭാവി പദ്ധതികൾ എന്തെല്ലാമാണ്? ഇപ്പോൾ ഞാൻ സൈക്കോളജി ലാസ്റ്റ് ഇയർ ആണ്, അത് കഴിയാറായി, 2-3 മാസം കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞ് എന്തായാലും ഡാൻസിൻ്റെ ഫീൽഡിൽ തന്നെയാണ് ഞാൻ. കലാമണ്ഡലം ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട്. കലാമണ്ഡലം ഒരു ഓപ്ഷനായിട്ടുണ്ട്. അപ്പോൾ അവിടെ കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടേണ്ടതാണ്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ. എന്തായാലും ഡാൻസിൻ്റെ ഫീൽഡിൽ തന്നെ തുടരാനാണ് ഇപ്പം എനിക്ക് താല്പര്യം, ആഗ്രഹം അത് തന്നെയാണ്. പ്രിയപ്പെട്ട ശ്രീലക്ഷ്മി, യുവാവോക്സ് എക്സ്പ്ലോർ ഇൻ്റർവ്യൂ സീരീസിന് വേണ്ടി ഇത്രയും സമയം, പ്രത്യേകിച്ച് ഇന്നൊരു ഹോളിഡേ ആണ്, ഹോളിഡേയിൽ പോലും ഒറ്റപ്പാലത്ത് നിന്ന് ഇവിടെ വരെ എത്താനുള്ള താല്പര്യം കാണിച്ചതിലും ഇത്രയും സമയം തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവച്ചതിലും ഞങ്ങൾക്കുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ശ്രീലക്ഷ്മി ഷെയർ ചെയ്തതുപോലെ പഠനത്തോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി ജീവിതത്തെ പോലെ തന്നെ സ്നേഹിക്കുന്ന ഡാൻസിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ആരംഭിച്ചിരിക്കുന്ന സ്കൂളിലൂടെ ധാരാളം കുട്ടികൾക്ക് ഡാൻസ് പരിശീലിക്കുന്നതിനും അങ്ങനെ ശ്രീലക്ഷ്മിയെപ്പോലെ നല്ല ഡാൻസുകാർ, പക്ഷേ മോഹിനിയാട്ടത്തിലും കുച്ചിപ്പുടിയിലും ഭരതനാട്യത്തിലും മറ്റേതെല്ലാം ഡാൻസ് മേഖലകളുണ്ടോ അവിടെയൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഞങ്ങളുടെ ടീമിന് വേണ്ടി പ്രത്യേക നന്ദി അറിയിക്കുന്നു. താങ്ക് യു.